ഈയിടെയായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സ്വയം പുകഴ്ത്തൽ കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം റീസെൻ്റ്ലി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ വലിയ കളിക്കാരനാണ്, അതുപോലെ എന്താ പറയുക, ഞാൻ സുന്ദരനാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം റീസെൻ്റ്ലി വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സ്വയം പുകഴ്ത്തൽ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ഞാൻ വലിയൊരു കളിക്കാരനാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. സംഭവം പറയണതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിലും അദ്ദേഹം വലിയൊരു കളിക്കാരനാണ്, അത് ലോകം അംഗീകരിച്ചതാണ്. അതൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. പക്ഷേ അതിങ്ങനെ അവനാനെ പൊക്കുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള മലയാളികൾക്കും തീരെ പറ്റൂല. പറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനൊന്നും വരാനൊന്നുമില്ല, എന്നാലും നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഏതായാലും അദ്ദേഹം ഇപ്പോൾ യൂട്യൂബ് ചാനലടക്കം തുടങ്ങി, അതിൻ്റേതായിട്ടുള്ള പൊന്തലുകളും വേറെയുണ്ട്. 60 മില്യൺ എത്ര മില്യനൊക്കെ ഉണ്ട് കടന്നുകൊള്ളും. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള പല പ്ലാറ്റ്ഫോമിലും, ഇൻസ്റ്റാഗ്രാം, എക്സിൽ, അതുപോലെ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, അങ്ങനെ എല്ലാ മേഖലയിലും അദ്ദേഹം ഫോളോവേഴ്സിനെ അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും താരാണല്ലോ അദ്ദേഹം. അപ്പോൾ ഏതായാലും ഇപ്പോൾ റീസെൻ്റിൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ അത്. ഞാൻ നല്ല ചൊറുക്കുണ്ട്, അതുപോലെ നല്ല പണമുണ്ട്, നല്ല കളിക്കാരനാണ്, ഇതുകൊണ്ടൊക്കെയാണ് ആൾക്കാർക്ക് ഇന്നോട്ട് അസൂയ എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അൽ നസറിലാണ് ഇപ്പോൾ പോർച്ചുഗലിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 900-ൻ്റെ മേലെ ഗോളൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ സൗദിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ക്ഷേത്രമൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആൾ ഒരു വേറൊരു ക്യാരക്ടറാണ്, ഒരു പക്ക ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഏതൊരു ഫുട്ബോൾ പ്ലെയർക്കും കണ്ട് പഠിക്കാവുന്നതാണ് അല്ലേ. കാരണം ആറ്റിറ്റ്യൂഡ് മത്സരത്തിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പല ചാരിറ്റി പ്രവർത്തനങ്ങളിലാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോരോ കാഴ്ചപ്പാടുകളും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഒരു ഫുട്ബോളിനെന്നൊക്കെ പറഞ്ഞാൽ ഫുട്ബോളിനൊക്കെ അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും ഫുട്ബോളിനെ പാഷനാക്കി കൊണ്ട് നടക്കുന്ന ആൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ അദ്ദേഹം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സിൻ്റെ കാര്യം, ഒരു രക്ഷയില്ലാത്ത ഫിറ്റ്നസ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ഇപ്പോഴും ഒരേ ലെവലിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുന്നത്. പോർച്ചുഗലിലെ നാഷണൽ ടീമിൽ കളിക്കുമ്പോൾ അവിടെ സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ലെവൽ കാണിക്കാൻ കഴിയുന്നുണ്ട്, സ്കോർ ചെയ്യുന്നുണ്ട്. സൗദിയിൽ കളിക്കുമ്പോൾ, ക്ലബിന് വേണ്ടി കളിക്കുമ്പോഴും സ്കോർ ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവലിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ലെവൽ ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും റൊണാൾഡോ അതൊരു വേറൊരു ലെവൽ തന്നെയാണ്.